ഹായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ലൈവ് സെക്ഷൻ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ കാണാൻ പോകുന്നത് ജർമ്മനിയിൽ സൗജന്യമായി പഠിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും, അതേപോലെ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ്. സോ ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നവർക്കുള്ളതാണ്. പലപ്പോഴും നമ്മൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കണ്ടിട്ടുണ്ട് ജർമ്മനിയിൽ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കാമെന്ന്. പക്ഷേ ഇത് സത്യമാണ്. 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ പഠിക്കാൻ പറ്റും. ദ സെയിം ടൈം നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് കേൾക്കുന്നത്? ലക്ഷങ്ങൾ മുടക്കി പഠിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അമേരിക്ക ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഒരു കുട്ടി പഠിക്കാനായിട്ട് പഠിച്ചിറങ്ങുന്നതിനായിട്ടൊക്കെ നല്ല ഒരു എമൗണ്ട് വരും. പക്ഷേ ജർമ്മനിയിലെ പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കാൻ വർഷത്തിൽ 20 തൊട്ട് 30 ലക്ഷം രൂപ വരെ ഫീസ് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇത് ശരിക്കും സൗജന്യമാണോ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ ഒക്കെ കൂടാതെ ഒരു ഹിഡൻ എക്സ്പെൻസുകളുണ്ടോ, ഇന്ത്യയിൽ നിന്ന് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മെയിൻ ആയിട്ട് ഇന്നത്തെ ലൈവില് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ലൈവിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടായിരിക്കും ഇത് ഞാൻ വെക്കുക. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും 10 മണിക്കുള്ള ലൈവാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ നമസ്കാരം. സേഫ് ഹോം ജർമ്മനിയുടെ രണ്ടാമത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സജിൻ, ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനറാണ്. ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുമായി ഞാൻ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഡോയ്ച്ച് മിറ്റ് സജിൻ എന്ന് പറയുന്നത്. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയുമായിട്ട് കൂടുതലായിട്ട് അടുത്തറിയാനും ഹൗസ് ബിൽഡിങ്ങുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്ലാറ്റ്ഫോം വഴിയായിട്ട് സ്റ്റുഡൻസിന് നമ്മൾ വർഷങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്, പഠിക്കാനായിട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിൽ അത്രത്തോളം കാശ് എടുക്കാനില്ല, ലോൺ എടുത്താൽ തന്നെ ലോണിന് പകരം വെക്കാൻ സാധനങ്ങളില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു ചിന്ത സ്റ്റുഡൻസ് എന്നോടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊക്കെ പലപ്പോഴും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു റീൽ ഇടണമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ലൈവിൽ വരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചത്. ഇവിടെ ഈ ലൈവ് കാണുന്നവരിൽ എത്ര പേര് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു? സോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കമന്റിൽ ഒരു ജർമ്മനി എന്ന് എഴുതിക്കോ. നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ബുക്ക്ലെറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. വിദേശത്ത് പഠിക്കാനായിട്ട് എത്ര ലക്ഷം രൂപ വേണ്ടി വരും? ഇപ്പുറത്തെ കണക്കിന്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കാനഡയിൽ പോയി പഠിച്ചിട്ടുണ്ടെങ്കിലോ, ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിലോ, അയർലൻഡിൽ പോകുന്നുണ്ടെങ്കിലോ എത്ര ലക്ഷം രൂപ ചുരുങ്ങിയത് നമ്മൾ കയ്യിൽ കാണണം? 20 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ, 40, 50? ഇത് ചില രാജ്യങ്ങൾക്ക് ഇത്ര വേണ്ട വരും. പക്ഷേ ജർമ്മനി അല്പം വ്യത്യസ്തമാണ്. ഇവിടെയാണ് ജർമ്മനി ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1: ഈസ് സ്റ്റഡിയിങ് ഇൻ ജർമ്മനി റിയലി ഫ്രീ? ജർമ്മനിയിൽ പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഫ്രീ ആണോ? സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അതെ. പല പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും ട്യൂഷൻ ഫീ ഇല്ല. അപ്പോൾ ചോദ്യം, അപ്പോൾ ആരാണ് അവർക്ക് പണം കൊടുക്കുന്നത്? ആൻസർ സിമ്പിളാണ്. ജർമ്മൻ സർക്കാരാണ്, അല്ലെങ്കിൽ ജർമ്മൻ ഗവൺമെൻറ് ആണ് ഇതിനുള്ള ഫീസ് കൊടുക്കുന്നത്. കാരണം അവരുടെ വിശ്വാസമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഈസ് എ പബ്ലിക് ഗുഡ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ സമ്പന്നർക്ക് മാത്രം വേണ്ടിയല്ല, എല്ലാവർക്കും ലഭിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വിഭാഗം ഫണ്ട് ഇതിനു വേണ്ടി അവർ കൊടുക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ ചെലവും ഇല്ല എന്നല്ല, ട്യൂഷൻ ഫീ അല്ല. ട്യൂഷൻ ഫീ ഇല്ല, മറ്റ് ചിലവുകൾ ഉണ്ടാകും. സോ അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് ഈ മറ്റു ചിലവുകൾ?
വാട്ട് ഡു യു സ്റ്റിൽ ഹാവ് ടു പേ. ഒന്നാമതാണ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ. ജർമ്മൻ ഭാഷയിൽ അതിനെ സെമസ്റ്റർ ബൈട്രാഗ് എന്ന് പറയും. ഓരോ സെമസ്റ്ററിലും ഒരു കോൺട്രിബ്യൂഷൻ അടക്കണം. ഇത് ട്യൂഷൻ ഫീ അല്ല, ഇത് അഡ്മിനിസ്ട്രേഷൻ ഫീ ആണ്. ഈ അഡ്മിനിസ്ട്രേഷൻ ഫീക്ക്, അതായത് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നതിനായിട്ടുള്ളൊരു ഫീ. ചില യൂണിവേഴ്സിറ്റികളിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ടിക്കറ്റ് പോലും ഇതിൽ ഉൾപ്പെടും. രണ്ടാമതാണ് അക്കമഡേഷൻ, താമസം. ജർമ്മനിയിൽ നമ്മൾ താമസിക്കണമെങ്കിൽ വാടക കൊടുക്കണം, ഒരു വീട് കണ്ടെത്തണം, അതിന് വാടക കൊടുക്കണം. ഇതിനുള്ള കാശ് നമ്മൾ കരുതണം. മൂന്നാമതാണ് ഫുഡ്, അതായത് നമ്മൾ കഴിക്കണമല്ലോ വല്ലതും, അതിനുള്ള ഭക്ഷണ ചെലവ് സ്റ്റുഡൻറ്റ് കൈ കരുതണം. നാലാമതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ജർമ്മനിയിൽ ഇൻഷുറൻസ് മസ്റ്റ് ആണ്, അതിനുള്ള എക്സ്പെൻസും വരും. അഞ്ചാമതാണ് പേഴ്സണൽ എക്സ്പെൻസസ്, അതായത് മൊബൈൽ, ക്ലോത്ത്സ്, ബുക്സ്, ട്രാവൽ. ഇതൊക്കെ ആണ് പ്രധാനമായിട്ട് വരുന്ന എക്സ്പെൻസുകൾ. പല കുട്ടികളും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വരുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുള്ളത് 90 ലക്ഷം രൂപ കൊടുത്തിട്ടൊക്കെ വിദേശത്ത് പഠിക്കാൻ പോയ കുട്ടികളെയൊക്കെ എനിക്കറിയാം. പക്ഷെ വ്യക്തമായ ഒരു പ്ലാനിങ്ങിന്റെ അഭാവവും പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടുമാണ് ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. സോ എൻ്റെ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമ്മൾ എവിടെയൊക്കെ ഫ്രീ ആയിട്ടൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് അത് യൂസ് ഇറ്റ് ഫോർ ഗുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എപ്പോഴും ഉപയോഗിക്കണം. നല്ലതിന് വേണ്ടി ചിലവാക്കുക, നല്ലതിന് വേണ്ടി പഠിക്കുക. ഇതൊക്കെയാണ് ഒരു ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അല്ലാതെ ലക്ഷങ്ങൾ മുടക്കി പഠിച്ചു കഴിയുമ്പോൾ ഈ ലക്ഷങ്ങൾ ടേക്ക് ബാക്ക് ചെയ്യുന്നതിനുള്ള സമയവും ആ സമയത്തുള്ള സാമ്പത്തിക മാധ്യമമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇനി അടുത്ത ചോദ്യമാണ്, ഹൗ ഡസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് വർക്ക്? ഇത് ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ നമ്മൾ പ്രൈവറ്റ് കോളേജിനോട് കൂടുതലായിട്ട് പരിചിതമാണ്. പക്ഷെ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി വളരെ ശക്തമാണ്. പല ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി പോലും പബ്ലിക്കാണ് ജർമ്മനിയിൽ. ഇവിടെയാണ് വലിയ റിസർച്ചുകൾ നടക്കുന്നത്. ലോകമെമ്പുമുള്ള കുട്ടികളൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉണ്ട്. ഇവിടെ തന്നെ പ്രൊഫസേഴ്സ് റിസർച്ച് ഓറിയന്റഡ് ആണ്. അതിനാൽ പബ്ലിക് എന്നത് ലോ ക്വാളിറ്റി എന്നല്ല, പലപ്പോഴും പബ്ലിക് യൂണിവേഴ്സിറ്റി ലോകത്തിൽ മികച്ചതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പുകളാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അതായത് യൂണിവേഴ്സിറ്റേറ്റ്, റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കും, അക്കാഡമിക് ഫോക്കസ്ഡ് ആയിരിക്കും, മാസ്റ്റേഴ്സ് അല്ലെ PhD എന്നിവയ്ക്കാണ് മികച്ചതായിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റേറ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികൾ. രണ്ടാമതാണ് ഫാഹ് ഹോക്സ്ഷൂളെ എന്ന് പറയും, യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ്, പ്രാക്ടിക്കൽ ലേണിംഗ്, ഇൻഡസ്ട്രി പ്രൊജക്ട്സ്, ഇന്റേൺഷിപ്സ്, ജോബ് ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ഇവയ്ക്കൊക്കെയാണ് ഈ ഫാഹ് ഹോക്സ്ഷൂളെ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ അടുത്ത ചോദ്യമാണ്, ഇവിടെ ഉള്ളവരിൽ ആരെങ്കിലും ബാച്ചിലേഴ്സ് പഠിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ, മാസ്റ്റേഴ്സ് പഠിക്കാൻ നോക്കുന്നുണ്ടോ, PhD പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും കേട്ടോ. ഇവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സമ്മാനം തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. പലപ്പോഴും ഒരു കോമൺ ആയിട്ടുള്ള മിസ്കോൺസെപ്ഷൻ ഉണ്ട്, ജർമ്മനി എന്ന് പറയുന്ന രാജ്യം സമ്പന്നർക്കുള്ളതാണെന്നുള്ളത്. ഒരിക്കലും അല്ല, റോങ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ രണ്ടാമതാണ് ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് ഫേക്ക് ആണെന്നുള്ളത്, അതും തെറ്റാണ്. മൂന്നാമതാണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയേക്കാൾ മോശമാണെന്നുള്ളത്, അതും ഒരു തെറ്റായ മിത്താണ്. ഇതിനേക്കാൾ കൂടുതലാണ് ജർമ്മൻ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോകാൻ പറ്റില്ലെന്നാണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും അല്ല, പല ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാമുകളുണ്ട്. ഇനി ചോദിക്കാം, എവിടെയാണ് ഈ ജർമ്മൻ ലാംഗ്വേജിന്റെ പ്രശ്നം വരുന്നതെന്ന്. നിങ്ങളൊരു പാർട്ട് ടൈം അന്വേഷിക്കുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. നിങ്ങളൊരു ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. ഈ സമയത്തൊക്കെയാണ് നമുക്ക് ഈ ജർമ്മൻ ലാംഗ്വേജിന്റെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് അതിനൊരു സൂട്ടബിൾ സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് വേണം ജർമ്മനി പോകാനായിട്ട്. ഈ പറയുന്ന A1 വെച്ച് പോയവരും A2 വെച്ച് പോയവരൊക്കെ നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബാക്കി മുഖത്തെ ചിരി കണ്ടിട്ട് സന്തോഷവാനാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. സോ റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കണം. സോ സ്റ്റഡി ദ ലാംഗ്വേജ്. എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാം. സോ ഇഫ് യു നീഡ് എനി ഹെൽപ്പ് യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ, ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക, അത് എവറിഡേ സിറ്റുവേഷൻ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക, അത് നിങ്ങളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ,
ഇനി ആർക്കൊക്കെയാണ് ജർമ്മനി കൺസിഡർ ചെയ്യാൻ പറ്റുക? ഹൂ ഷുഡ് കൺസിഡർ ജർമ്മനി? നിങ്ങൾക്ക് നല്ലൊരു അക്കാഡമിക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിസർച്ച് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ഇന്റർനാഷണൽ എക്സ്പോഷർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വലിയ ട്യൂഷൻ ഫീ അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, മികച്ച ഒരു രാജ്യമാണ് ജർമ്മനി നിങ്ങൾക്ക്. ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, ജർമ്മനി ഇസ് ബെസ്റ്റ് കൺട്രി. നിങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് ജർമ്മനി ശരിക്കും ട്യൂഷൻ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് പഠിച്ചു, പബ്ലിക് യൂണിവേഴ്സിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിച്ചു, സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു, എന്തൊക്കെ ചിലവ് നമുക്ക് എക്സ്ട്രാ വരുമെന്ന് പഠിച്ചു, ഏത് തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിയാൽ മതി. ഇന്നത്തെ ഈ ലൈവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റാർ ഇടാൻ മറക്കരുത്. തുടക്കമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പേജ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓൾവേസ് യൂസ് ടു ഹെൽപ്പ്. മനസ്സിലാക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് ഈ ലൈവ് ദയവ് ഇത് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സേഫ് ഹോം ജർമ്മനിയിൽ എല്ലാ ദിവസവും ഞാൻ 10 മണിക്ക് വൈകുന്നേരം ഓരോ പുതിയ വിഷയമായിട്ട് വരും. നാളത്തെ വിഷയം പബ്ലിക് യൂണിവേഴ്സിറ്റി വേഴ്സസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. So signing off, Advocate Sajin Joseph Verno, and it is from Safe Home Germany. Choose Auf Wiedersehen and നാളെ വീണ്ടും കാണാം. God bless you all.